ഹലോ നമസ്കാരം. അങ്ങനെ നമ്മുടെ ബാക്കു ഡേ 2 ആരംഭിക്കുകയാണ്. രാവിലെ 5:30 നേരം വെളുക്കുന്നതുകൊണ്ട് നമ്മളും റെഡിയായി പുറത്തേക്കൊന്ന് മോർണിംഗ് വാക്കിന് വേണ്ടി ഇറങ്ങി. തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഭാഗത്തൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. തണ്ണിമത്തൻ, ആപ്പിള്, പ്ലം ഒക്കെ ഉണ്ട്. ഇവിടുത്തെ തക്കാളിക്കൊക്കെ ഭയങ്കര വലിപ്പമാണ്. നാട്ടിൽ കിട്ടുന്ന തക്കാളിക്കയുടെയൊക്കെ ഒരു ഡബിൾ സൈസ് തക്കാളിക്കാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഒരു അരമണിക്കൂർ നടത്തം കഴിഞ്ഞ് ഹോട്ടലിൽ ചെന്നു. അപ്പോൾ അതൊക്കെ ഒരു മാർജാരൻ വിശാലമായി സോഫായി കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ 7 മണിയോടുകൂടി നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി പുറത്തേക്ക് ഇറങ്ങി. ഇനി ഇവിടുന്ന് 3 കിലോമീറ്റർ പോകണം ഇന്നത്തെ നമ്മുടെ ഒരു ഡേ ട്രിപ്പിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്താൻ. അപ്പോൾ ഇവിടുന്ന് ഒരു ബസ് എടുക്കാൻ, ലോക്കൽ ബസ് എടുത്തു കഴിഞ്ഞാൽ ഓൾഡ് സിറ്റിയുടെ സ്ഥലത്തേക്ക് വരും. ഓൾഡ് സിറ്റിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നാണ് നമ്മളുടെ ഈ ഡേ ട്രിപ്പുകളൊക്കെ കൂടുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി റെഡിയായി കിടപ്പുണ്ട്. ബെൻസിന്റെ ഒരു നല്ലൊരു വാനാണ്. 10-17 പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ട്രാവൽ ചെയ്യാം. അപ്പം അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ടൂറിസ്റ്റുകളുണ്ട്. ഇതുപോലെ ഡേ ട്രിപ്പ് ബുക്ക് ചെയ്തേക്കുന്ന ആൾക്കാരെല്ലാം കൂടെ വന്നു. ഇതിപ്പോൾ നമുക്ക് അയക്കുന്നത് ഒരു 2000 രൂപയാണ്, ഇന്ത്യൻ മണി 2000 രൂപയാണ്. അത് ഒരു ഫുൾ ഡേ ട്രിപ്പാണ്. അപ്പോൾ നല്ല കംഫർട്ടബിൾ വാനാണ്. ഡ്രൈവറും പിന്നെ ഗൈഡും ഉണ്ട്. ഗൈഡ് അസർബൈജാനെ പറ്റിയുള്ള ബേസിക് ഇൻഫർമേഷൻ ഒക്കെ പറയുകയാണ്. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ അസർബൈജാന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് അവിടെ അടുത്തുള്ള 2 മേജർ സിവിലൈസേഷനായ ഇറാനും പിന്നെ തുർക്കിയായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആദ്യമൊക്കെ ഇതൊരു ഇറാന്റെ ഒരു എക്സ്റ്റൻഡഡ് ഏരിയ ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്, അത് ഇസ്ലാമൊക്കെ വരുന്നതിന് മുമ്പ്. അപ്പോൾ ഒരു പേർഷ്യൻ കൾച്ചർ, അങ്ങനെ ഒരു ഇറാനിയൻ കൾച്ചറായിരുന്നു. അത് കഴിഞ്ഞ് ഇറാനിലെ ഒരു അറബിക് ഇൻവേഷനൊക്കെ കഴിഞ്ഞ് ഇസ്ലാമിക് കൾച്ചർ ആയതിനു ശേഷം അസർബൈജാനിലും പതുക്കെ അതിന്റെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. അപ്പൊ ആ ഒരു ഇസ്ലാമിക വൽക്കരണത്തിന് ശേഷം ഒരു 4-5 നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ ധാരാളം ടർക്കികളും ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് അസർബൈജാനിൽ വരാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ടർക്കിഷ് കൾച്ചറും ഒരു അസർബൈജാനി ഇറാൻ കൾച്ചറും എല്ലാം കൂടെ ഒരു മിക്സ് ചെയ്താണ് പതുക്കെ ഇവരുടെ ഒരു ലോക്കൽ കൾച്ചർ ഇവോൾവ് ചെയ്തത്. ഒരു 16-17 നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്കും കൂടുതലും ടർക്കിയുടെ ഇൻഫ്ലുവൻസ് ആണ്. അപ്പോൾ ഇവരുടെ ഭാഷയൊക്കെ ആണെങ്കിലും ഒരു ടർക്കിക് ഡയലക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ ടർക്കിക് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ഇതായിട്ടാണ് പിന്നെ അവരുടെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ മാറിയത്. പക്ഷെ കുറെ ഭാഗങ്ങൾ ഇറാന്റെ കയ്യിലായിരുന്നു. 18-ാം നൂറ്റാണ്ടിന്റെ ആദ്യമൊക്കെ ആയപ്പോഴത്തേക്കും റഷ്യൻ സാർ ചക്രവർത്തിമാരുടെ റഷ്യ ഇങ്ങോട്ട് പതുക്കെ കയറാൻ തുടങ്ങി. അപ്പം ഇറാനുമായിട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യുദ്ധങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ 1-2 യുദ്ധങ്ങൾക്കൊക്കെ ശേഷം അവരൊരു സന്ധിയിൽ ഏർപ്പെട്ടു. അങ്ങനെയാണ് ഈ അസർബൈജാന്റെ കുറെ ഭാഗം, സൗത്തിലേക്കുള്ള കുറെ ഭാഗം ഇറാനും പിന്നെ കൊക്കേഷ്യൻ റീജിയൻ മുകളിലേക്കുള്ള ഭാഗങ്ങൾ റഷ്യയുടെ കയ്യിലുമായി. കുറെ നാളത്തേക്ക് അങ്ങനെ ഒരു ഡിവിഷനിലാണ് അത് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോഴും ഈ അസർബൈജാനി വംശജർ ഒത്തിരി പേര് ഇറാനിലുണ്ട്. അസർബൈജാൻ ഒരു ഇൻഡിപെൻഡന്റ് കൺട്രി ആണെങ്കിലും ഇറാന്റെ അസർബൈജാനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് ധാരാളം അസർബൈജാൻ വംശജരുണ്ട്. അതങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ 19-ാം നൂറ്റാണ്ട് ആദ്യത്തിൽ ഇപ്പം റഷ്യൻ സാർ ചക്രവർത്തിമാരുടെ കാലം അവസാനിച്ചപ്പോഴത്തേക്കും പതൊക്കെ ഇവിടെയും ഒരു അസർബൈജാൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ട് മാറി. 1918 അത് റഷ്യൻ എംപയർ തകർന്നപ്പോഴത്തേക്കും അവരങ്ങനെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അപ്പൊ അതാണ് ലോകത്തിലെ ആദ്യത്തെ സെക്കുലർ ഡെമോക്രാറ്റിക് മുസ്ലിം മജോറിറ്റി സ്റ്റേറ്റ്. അത് അസർബൈജാനായിരുന്നു. ബാക്കിയുള്ളിടത്തെല്ലാം ഈ ഒരു മുസ്ലിം മജോറിറ്റി ഉണ്ടെങ്കിൽ ഒരു സെക്കുലർ സ്റ്റേറ്റ് ആയിട്ട് മാറിയിട്ടില്ല. കുന്നും മലയൊക്കെ ആയിരുന്നു ഈ ടെറൈൻ്റെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഇതാണ് ക്യാൻഡി മൗണ്ടൻ. നമ്മുടെ ക്യാൻഡി പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ക്യാൻഡി മൗണ്ടൻ എന്ന് പറയുന്നത്. അയൺ ഓറാണ്, നമ്മുടെ ഇരുമ്പിൻ്റെ അംശമുള്ളതുകൊണ്ടാണ് ഇത്രയും കളർ വരുന്നതിന്, ആ റെഡിഷ് കളർ വരുന്നത്. Candy cane sweet that people like eat in like New Year, let's say. That's why because it's also like red and white, like it has this color, so that's why they call it like this. And why is it like this? Because of the iron. There was iron in this mountain, so because of oxidated, it got oxidated. That's why right now we have this shape. And also before there was ocean. There like some. ഇന്നത്തെ ആദ്യത്തെ സ്റ്റോപ്പ് ക്യാൻഡി മൗണ്ടൻ ആണ്. ബാക്കു സിറ്റിയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 100-150 കിലോമീറ്റർ കഴിയുമ്പോഴേ ക്യാൻഡി മൗണ്ടൻ വരുന്നത്. ക്യാൻഡി മൗണ്ടൻ എന്ന് പറയാൻ കാരണം ക്യാൻഡീന്റെ ഒരു കളറിലാണ് ഇത് കിടക്കുന്നത്. ഒരു ബ്രൗൺ, ഓറഞ്ച്, റെഡിഷ്, പല ഒരു മിക്സ് വൈറ്റ്, ഒരു ഗ്രേ കളറിലാണ് ഉണ്ട്. അതായത് ഇതിന് ഫെറസ് കണ്ടന്റ് ഉണ്ട്, അയൺ കണ്ടന്റ് ഉള്ള കാരണം കളർ ചേഞ്ച് ആണ്. ഒരു ഓക്സിഡേഷൻ കിടക്കുന്നുള്ള കളർ ചേഞ്ച് ആണ്. അതുകൊണ്ടാണ് ഇവർ ലോക്കലായിട്ട് ഇതിനെ പറയുന്നത് ക്യാൻഡി മൗണ്ടൻ എന്നാണ്.
അപ്പോൾ അവിടെ നിർത്തി ഒരു ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ക്യാൻഡി മൗണ്ടൻ കണ്ടു. കുറച്ച് നമുക്ക് മുകളിലോട്ട് കയറാം, ഒരു പകുതി ദൂരമൊക്കെ പോയുള്ളൂ, കാരണം മുകളിലോട്ട് കയറി തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് നല്ല വെയിലുമാണ്, അതുകൊണ്ട് ടയർഡാവും. People are coming down now after visiting the Candy Mountain. നല്ല വാനുകളാണ് ഇവിടുത്തെ എല്ലാം, നല്ല ടൂറിസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന വാനുകളെല്ലാം ബെൻസിൻ്റെയും ഫോർഡിൻ്റെയൊക്കെ നല്ല വാനുകളാണ്. നമ്മുടെ വണ്ടിയാണിത്, നമ്മുടെ ടൂറുകാർ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. ബെൻസിൻ്റെ സ്പ്രിൻറ്റർ മോഡലാണ്, നല്ല വണ്ടിയാണ്. You went to the top? വേറെ ആരും ഇന്ത്യൻസ് അങ്ങനെ ഇല്ലായിരുന്നു, കൂടുതലും യൂറോപ്യൻസും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ വന്ന് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വീണ്ടും വാനെ കയറി. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ബയോ ബ്രേക്കിന് വേണ്ടി നിർത്തിയതാണ്. ഈ മൗണ്ടൻ്റെ പേര് 5 ഫിംഗർ മൗണ്ടൻ. അതിൻ്റെ മുകളിൽ ചെറിയൊരു റിലീജിയസ് ഷ്രൈനോ മറ്റോ ഉണ്ട്. നല്ല ദൂരം ഉണ്ടാവുകൊണ്ട് അങ്ങോട്ട് പോയില്ല, ജസ്റ്റ് റോഡിൽ നിന്ന് മാത്രം കണ്ടു. അപ്പോൾ ഇവിടെ നോക്കിയപ്പം റോഡിന്റെ സൈഡിലൊക്കെ കുറച്ച് മരങ്ങളൊക്കെ പുതിയതായിട്ട് വെച്ച് പിടിപ്പിച്ചേക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു റീഫോറസ്റ്റേഷന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് മൊട്ടക്കുന്നിന്റെ സൈഡിൽ കൂടെ ഒക്കെ പച്ചപ്പ് കാണാം. അത് കൂടാതെ അവിടെ ഇച്ചിരി കൃഷിയൊക്കെ ഉണ്ട്, മുന്തിരിയൊക്കെയാന്ന് തോന്നുന്നു. ഡ്രൈ ഫ്രൂട്ട്സ് വകകൾ വല്ലതാണെന്നും അറിയത്തില്ല. എന്തായാലും കുറച്ച് കൃഷി അതിൻ്റെ ഇടയ്ക്കായിട്ട് നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ അസർബൈജാന്റെ ചരിത്രം പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അവർ മാറിയെങ്കിലും അതിന് വലിയ ആയുസ് ഉണ്ടായില്ല. ഒരു 1920 ആയപ്പോഴത്തേക്കും അത് വീണ്ടും നമ്മുടെ സോവിയറ്റ് യൂണിയൻ, അപ്പോഴത്തേക്ക് വിപ്ലവമൊക്കെ നടന്നു. അപ്പോൾ അത് സോവിയറ്റ് യൂണിയന്റെ പാർട്ടായി. ലെനിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് USSR വന്നപ്പോഴത്തേക്കും അസർബൈജാനും അങ്ങോട്ട് പഴയ ഒരു സാറിന്റെ കീഴിലുള്ള സ്ഥലമായതുകൊണ്ട് അങ്ങോട്ട് അനക്സ് ചെയ്തു. അങ്ങനെ അനക്സ് ചെയ്തപ്പോഴത്തേക്ക് അസർബൈജാനും ഇതിന്റെ പാർട്ടായിട്ട് അങ്ങനെ മാറി. അപ്പോൾ ഒരു 80 വർഷത്തോളം ഇത് സോവിയറ്റ് യൂണിയന്റെ കീഴിലായിരുന്നു. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ 1991 നമ്മുടെ ഗോർബച്ചേവ് വന്ന് പതുക്കെ സോവിയറ്റ് യൂണിയൻ ഒന്ന് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആദ്യം തന്നെ അസർബൈജാൻ അങ്ങനെ സ്വാതന്ത്ര്യമൊക്കെ പ്രഖ്യാപിച്ച് 1991 ഓഗസ്റ്റിൽ അവരങ്ങനെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് മാറി. പക്ഷെ അന്നേരത്തേക്ക് സെപ്റ്റംബറിൽ തന്നെ അവിടെ പ്രശ്നം പൊട്ടിപ്പുറപ്പെട്ടു. നമ്മുടെ അർമേനിയ അതിനടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ അർമേനിയൻ മജോറിറ്റി ഉള്ള ഒരു സ്ഥലമുണ്ട് അസർബൈജാൻ, നാഗർണോ കരബാക്ക് എന്ന് പറഞ്ഞിട്ട്. അതൊരു ചെറിയൊരു എൻക്ലേവ് പോലെയാണ്. അപ്പൊ അവരും ഒരു സെൽഫ് പ്രൊക്ലൈംഡ് റിപ്പബ്ലിക് ഓഫ് ഒരു സ്വതന്ത്ര പ്രവിശ്യയായിട്ട് അവരും പ്രഖ്യാപിച്ചു. അതൊരു ഇൻഡിപെൻഡന്റ് സ്ഥലമായിട്ട് നിൽക്കാൻ തുടങ്ങി. അത് പതുക്കെ ഒരു യുദ്ധത്തിലേക്ക് കലാശിച്ചു. അങ്ങനെയാണ് ഫസ്റ്റ് നാഗർണോ കരബാക്ക് വാർ 1994 1994 നടക്കുന്നത്. ഇഷ്ടംപോലെ മരണങ്ങളും അവർ ഭയങ്കര ഒരു എത്നിക് വയലൻസ് പോലെയായിരുന്നു. അപ്പൊ എല്ലാവരും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി എല്ലാം ഈ പറഞ്ഞ സ്ഥലങ്ങൾ അസർബൈജാന്റെ ഭാഗമായിട്ടാണ് അംഗീകരിച്ചിരുന്നത്. പക്ഷെ അത് അർമേനിയയുടെ നിയന്ത്രണത്തിലായിരുന്നു. പിന്നെ 2020 ആയപ്പോഴത്തേക്ക് അസർബൈജാൻ പതുക്കെ ഡെവലപ്മെന്റ് ഒക്കെ സ്ട്രോങ് ആയപ്പോഴത്തേക്ക് അവരുടെ ഡിഫൻസും മിലിറ്ററി ഒക്കെ സ്ട്രോങ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അസർബൈജാന്റെ കൺട്രോളിലേക്ക് വന്നു. ഒരു 8 ഡിസ്ട്രിക്ട് ഉണ്ടായിരുന്നു അവിടെ. അതെല്ലാം കൂടെ തിരിച്ച് അസർബൈജാന്റെ കൺട്രോളിൽ വന്നു, ഈ നാഗർണോ കരബാക്കിൽ. അത് കഴിഞ്ഞ് വീണ്ടും 2023 വീണ്ടും ഒരു യുദ്ധം നടത്തി. അവിടുത്തെ ബാക്കിയുള്ള പ്രദേശങ്ങളെല്ലാം കൂടെ വീണ്ടും വലിയൊരു യുദ്ധം കഴിഞ്ഞ് അതും ഈ പറഞ്ഞ അസർബൈജാന്റെ കീഴിൽ വന്നു. അപ്പൊ ആ സ്ഥലത്തെ എത്നിക്കായിട്ടുള്ള അർമേനിയൻ വംശജരെല്ലാം കൂടെ അവിടുന്ന് വലിയ പലായനം ചെയ്യേണ്ടി വന്നു. അപ്പൊ അതൊരു വലിയ ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ആയിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞു. ഇപ്പം ഓൾമോസ്റ്റ് ഒരു വർഷമായിട്ട് അത്യാവശ്യം പീസ്ഫുള്ളാണ് കാര്യങ്ങൾ ഓടുന്നത്. ആ റെസ്റ്റോറൻറ്റിലെത്തി ഫുഡൊക്കെ കഴിച്ചു. ഇവർ ഈ ടൂറിസ്റ്റ് ഗൈഡ് ടൂറുകാർ കൊണ്ടുപോകുന്നതായതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും കോണ്ടാക്റ്റോ ടൈപ്പ് ഉള്ളിടത്തേ നിർത്തുള്ളൂ. അത് ഇച്ചിരി കത്തിയായിരുന്നു. ഏതായാലും പിന്നെ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ കഴിച്ചു. गर्मी वही है जो इंडिया पाकिस्तान में। हाँ गर्मी वही है। Lunch place. This is the lunch place. അപ്പോൾ ഓൾമോസ്റ്റ് 1 മണിക്കൂർ ലഞ്ച് ബ്രേക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വാനിലെ യാത്ര തുടരുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് അടുത്ത സ്ഥലം ഒരു 1 മണിക്കൂറൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു തീം പാർക്ക് പോലുള്ള ഒരു സ്ഥലത്തേക്ക് അവർ പറഞ്ഞത്. ആ തീം പാർക്കുള്ള ഏരിയയിൽ അവർ ഓൾമോസ്റ്റ് 3 hours അവിടെ ഉണ്ട്. ശരിക്കും അതൊരു ഫാമിലി ഓറിയന്റഡ് ഡെസ്റ്റിനേഷനാണ്. അഡ്വഞ്ചർ റൈഡുകളും ഔട്ട്ഡോർ സ്പോർട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അവിടെ നമുക്കൊരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. അവിടെ നിന്നൊരു എക്സ്ട്രാ ഒരു 30 മന്നത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ അവരവിടെ നിന്ന് ഒരു ചെറിയ കാറെ കയറ്റിക്കൊണ്ട് അകത്ത് മുകളിലേക്ക് ഒരു ചെറിയ വില്ലേജ് ഉണ്ട്. അവിടെ ഒരു പ്രത്യേക ഒരു സെക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഏരിയ ആണ്. അപ്പൊ അവിടുത്തെ ആ വില്ലേജുകളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി നമ്മളായാലും അത് ബുക്ക് ചെയ്തു. അപ്പൊ കുറച്ച് ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നുണ്ട്, ചെറിയൊരു കയറ്റമൊക്കെ ഉണ്ട്. ഒരു മലമ്പ്രദേശത്തേക്കാണ് ചെല്ലുന്നത്.
ഈ 3 മണിക്കൂർ തീം പാർക്കിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം കൂടാതെ നമുക്ക് അവിടെ പോയി തിരിച്ചു വരാൻ വേണ്ടി ഒരു ഓൾമോസ്റ്റ് 1 മണിക്കൂറുണ്ട്. ചില മൗണ്ടൻ റൂട്ടാണ്, അതുകൊണ്ട് അവിടുന്ന് 4-വീൽ ഡ്രൈവ് വെഹിക്കിളിൽ അവരിങ്ങനെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരും. അപ്പം നമ്മുടെ ഈ വാനി വന്നവരിലൊരു 3 പേരെ അത് ഓപ്റ്റ് ചെയ്തുള്ളൂ. നമ്മുടെ കൂടെ വന്ന വേറൊരു അയർലൻഡുകാരൻ, ഒരു പയ്യൻസും, പിന്നെ ഒരു ഫ്രാൻസുകാരൻ ഒരാളുണ്ടായിരുന്നു, ഒരു ഫ്രഞ്ചുകാരനുണ്ടായിരുന്നു. അവിടെ ആ റിസോർട്ടിൻ്റെ അവിടെ ചെന്നു. അത്യാവശ്യം വലിയൊരു റിസോർട്ടാണ്, ധാരാളം ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഈ പല പാക്കേജ് ടൂറുകാരും പിന്നെ അതുകൂടാതെ ഫാമിലി ക്രൗഡും എല്ലാം ഉണ്ട്. ബാക്കുവിലെ പുറത്തേക്ക് പോകുന്ന ഡെയിലി ട്രിപ്പിൻ്റെ ഒരു മെയിൻ ഏരിയ ആണിത്. അവിടെ പാരാസെയിലിങ്, സിപ്പ് ലൈൻ ഉണ്ട്, പിന്നെ മൗണ്ടൻ ബൈക്കിംഗ് ഉണ്ട്, ഓഫ് റോഡ്, പിന്നെ ക്വാഡ് ബൈക്ക്, ഓഫ് റോഡ് ബൈക്ക് എല്ലാം ഉണ്ട്. അങ്ങനെ കുറച്ച് ഡിഫറെൻ്റ് ആക്ടിവിറ്റിയാണ്. പിന്നെ ഒരു വലിയൊരു റോളർ കോസ്റ്റർ ഉണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ ഇറക്കിയിട്ട് പുള്ളി ഗൈഡ് ബ്രീഫ് ചെയ്തു. 3 മണിക്കൂർ ഇവിടെയാണ് ടൈം സ്പെൻഡ് ചെയ്യാനുള്ളത്. ആവശ്യക്കാർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റിയൊക്കെ ചെയ്യാം. 3 മണിക്കൂർ കഴിഞ്ഞാൽ വണ്ടി ഇവിടുന്ന് പോകുള്ളൂ. അപ്പം ഇതിനകത്ത് മിക്ക ആക്ടിവിറ്റി നമ്മളിതൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല. പിന്നെ അതുകൊണ്ട് അങ്ങനെ മെയിനായിട്ടൊന്നും ചെയ്തില്ല. കുറച്ച് നേരം ആ റിസോർട്ടിൽ കൂടെ ഒക്കെ നടന്ന്, കൂടുതലും ഫാമിലി ക്രൗഡാണ് വരുന്നത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. അവിടെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളും അത്യാവശ്യം ഫുഡ് കൗണ്ടറുകളും ഒക്കെ ഉണ്ട്. ബിയറും ഹാർഡ് ലിക്കറും സോഫ്റ്റ് ഡ്രിങ്കും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ ഇരുന്നൊരു കോഫിയൊക്കെ കുടിച്ച് സ്നാക്സും ഒക്കെ കഴിച്ച് അതൊക്കെ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യണം. ഇനിയിപ്പം 2 മണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ മറ്റേ ലാസ വില്ലേജിലേക്കുള്ള ചെറിയ കാർ വരുള്ളൂ. അതുവരെ ഇവിടെയൊക്കെ നടന്ന് ടൈം പാസ് ചെയ്യണം. റോപ്പ് വേ ഒക്കെ നല്ല കുറേ ദൂരത്തേക്കുണ്ട്, പക്ഷേ റോളർ കോസ്റ്ററാണ് ഏറ്റവും വലുത്. ഒരു ചെറിയ 3-വീലർ പോകണം, നമ്മുടെ മെയ്ഡ് ഇൻ ഇന്ത്യ ആണെന്ന് തോന്നുന്നു. റോളർ കോസ്റ്റർ ഒന്ന് കയറാമെന്ന് വിചാരിച്ച് അവിടെ ചെന്നെങ്കിലും ഭയങ്കര ക്യൂ ആയിരുന്നു. ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യണം. പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. ഷൂട്ടിംഗ് ഒക്കെ ഉണ്ട്. നല്ല ടോയ് ഗൺ ആണെങ്കിലും നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. കുഴപ്പമില്ല. ആക്ടിവിറ്റി എയർ ഗണ്ണ് വെച്ചുള്ള ഷൂട്ടിംഗ് ഗെയിമൊക്കെ ഉണ്ട്. ഇതാണ് ആ റോളർ കോസ്റ്ററിൻ്റെ ഒരു റൂട്ട്. നല്ല ലെങ്തിലുണ്ട്. പിന്നെ ജയന്റ് സ്വിങ് ഉണ്ട്. ഈ ഊഞ്ഞാലി കയറി ഇങ്ങനെ ഒരുമാതിരി നല്ലൊരു ഡിസ്റ്റൻസിലേക്ക് നമ്മളെ ത്രോ ചെയ്യുന്ന പോലെ ഒരു ഫീൽ കിട്ടും. പൊളാറിസിൻ്റെ ആണോ ക്വാഡ് ബൈക്കുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെയാന്ന് തോന്നുന്നു CF മോട്ടോടെയാണ് കൂടുതലും. 50cc ഉണ്ട്, 250cc ഉണ്ട്, 500cc ഉണ്ട്. പിന്നെ കൂടാതെ ഇലക്ട്രിക് മൗണ്ടൻ ബൈക്കൊക്കെ ഉണ്ട്. സൈക്കിളുകൾ, ഇലക്ട്രിക് സൈക്കിൾ. അപ്പം കംഫർട്ടബിൾ ആയിട്ട് പെഡൽ അസിസ്റ്റ് ചെയ്ത് നമുക്ക് ചവിട്ടാം. ഫുൾ സസ്പെൻഷനാണ്. ഇതാണ് ഷദാഗിലെ തീം പാർക്കാണ്. ഫാമിലി ക്രൗഡിനൊക്കെ ഇഷ്ടപ്പെടും. കുറേ ആക്ടിവിറ്റി ഉണ്ട്. ചെറിയ ഗോ കാർട്ടിങ്, പല ആൾട്ടിറ്റ്യൂഡ്, പല സ്ഥലത്തെ ആൾട്ടിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ നോർത്തേൺ സൈഡ്, ഇവിടുത്തെ ഈ മലനിരകൾക്കപ്പുറം റഷ്യനാണ്. ഓൾമോസ്റ്റ് ഇത് റഷ്യൻ ബോർഡറിന് അടുത്താണത്. അപ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. ലാസ വില്ലേജിലേക്ക് പോകുന്നത് ഒരു 15 കിലോമീറ്ററിൻ്റെ ദൂരേ ഉള്ളൂ. പഴയ ഒരു റഷ്യൻ ലാഡ കാറാണ്. 3 ഡോറാണ് സാധനം. അതുകൊണ്ട് ബാക്കിലത്തെ സീറ്റിലേക്ക് കയറണമെങ്കിൽ ഫ്രണ്ട് ഡോറിൽ കൂടെ സീറ്റ് മറിച്ചിട്ടിട്ട് കയറണം. നമുക്ക് പൊക്കമുള്ള കാരണം നമ്മൾ ഫ്രണ്ടിലെ സീറ്റ് തന്നെ തിരഞ്ഞെടുത്തു. കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുകയും ചെയ്യാം. അത്യാവശ്യം ഇടയ്ക്ക് വീഡിയോ എടുക്കാനും സൗകര്യമുണ്ട്. ഇതാണ് നമ്മുടെ 3 പേര്, ലാസ വില്ലേജിലേക്ക് പോയ 3 പേര്. അങ്ങനെ നമ്മൾ 3 പേരൂടെ യാത്ര തിരിച്ചു. പഴയ റഷ്യൻ ലാഡയാണ്. 4-വീൽ ഡ്രൈവ് ആണ്. റിയർ സോളിഡ് ആക്സിലും ഫ്രണ്ട് ഇൻഡിപെൻഡന്റ് ആക്സിലാണ് പോകുന്നത്. ഡ്രൈവർ നല്ല പറപ്പിക്കുകയാണ്. റോഡുകളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. അങ്ങോട്ടുള്ള ഒരു മൗണ്ടൻ റോഡാണെങ്കിൽ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വലിയ ട്രാഫിക് ഇല്ല. ലോക്കൽ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരു ചെറിയ ടണലുണ്ട് ഇവിടെ. ഒരു 300 മീറ്ററുള്ള ഒരു ടണലാണ്. അത് കഴിഞ്ഞ് നമ്മളൊരു ഫസ്റ്റ് വ്യൂ പോയിന്റിൽ അങ്ങോട്ട് വരികയാണ്. ഇനി ഇവിടുന്ന് മുകളിലോട്ട് കൂടുതൽ കയറ്റമാണ്. റോഡ് ഒരു ശകലം മോശമുണ്ട് ചില സ്ഥലത്ത്, പക്ഷെ കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ഇതാണ്. നമ്മുടെ ടിപ്പിക്കൽ ഒരു ഉത്തരാഖണ്ഡ്, ഹിമാചലിലെയൊക്കെ ചില സ്ഥലങ്ങളിലേക്കുള്ള പോണ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. വലിയ തിരക്കൊന്നുമില്ല. റോഡൊക്കെ ഓൾമോസ്റ്റ് കാലിയാണ്.
അപ്പം അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഒരു വ്യൂ പോയിന്റിലെത്തി. ആ ലാസ വില്ലേജിന് മുമ്പുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. താഴോട്ട് വലിയൊരു വാലിയാണ്. അപ്പോൾ ഇവിടെ നിർത്തി നമ്മൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. നല്ല കാറ്റുണ്ട്. ഒരു 10 മിനിറ്റ് അവിടെ നിന്ന് ജസ്റ്റ് സീനറി ഒക്കെ എൻജോയ് ചെയ്തിട്ട് പതുക്കെ അവിടെ നിന്ന് വിട്ടു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് ലാസ വില്ലേജ് ആണ്. അപ്പോൾ കുറച്ചുകൂടെ മുകളിലേക്ക് കയറണം. ലാസ വില്ലേജിലേക്ക് ചെല്ലണമെങ്കിൽ കുറെ കൂടി ട്വിസ്റ്റി റോഡാണ്. ആ ദൂരെ കാണുന്നതാണ് ലാസ വില്ലേജ്. അങ്ങോട്ട് അടുക്കാറായപ്പം ടാറിട്ട റോഡ് മാറി കുറച്ച് ബ്രോക്കൺ റോഡൊക്കെ വന്നു. അപ്പോൾ ഇതൊരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള സെക്ലൂഡ് ആയിട്ടുള്ള ഒരു വില്ലേജ് എന്നാണ് പറയുന്നത് ലാസ. പണ്ട് പോലെ ഇവിടെ ആൾക്കാർ താമസിക്കുന്നതാണ്, പക്ഷെ ഒരു ഡിഫറെന്റ് കൾച്ചറും ഒക്കെ ആയിട്ട് ഒരു ഒറ്റപ്പെട്ട ഒരു മൗണ്ടൻ വില്ലേജാണ് ഈ ലാസ വില്ലേജ്. അവരുടെ കുറച്ച് കൃഷികളും കാര്യങ്ങളും പിന്നെ ഹണിയുണ്ട്. ഇപ്പൊ പിന്നെ ടൂറിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് അവിടെ ചെറിയ ഹോസ്റ്റലുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ബൈക്ക് പാക്കേഴ്സും ഒക്കെ പതുക്കെ വരാൻ തുടങ്ങി. അപ്പൊ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ കുറച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലെ വലിയ വാട്ടർഫോളുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ കാര്യമായിട്ടുള്ളൊരു വാട്ടർഫോൾ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒരു രസം ലോക്കലി പറയുമ്പോഴത്തേക്ക് 2 സ്റ്റേജ് ആയിട്ടാണ്. മുകളിൽ നിന്നൊരു പോർഷൻ, പിന്നെ താഴെ നിന്ന് വേറൊരു പോർഷൻ. അപ്പോൾ കുറച്ച് നേരം വാട്ടർഫോളൊക്കെ കണ്ട് അവിടെ നിന്ന് തിരിച്ചു. താഴെ ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല സ്ട്രോബെറി പ്ലമ്മും ഒക്കെ വെച്ച് ഇങ്ങനെ ഫ്രൂട്ട്സ് കടയുണ്ട്. നല്ല രസമാണ്. ഒരു സാധാരണ അതിന് ചാർജ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് എത്രയാണ് 12 to 15 മന്നത്താണ് ഒരു ബോളിന് ചാർജ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 700 രൂപ 750 രൂപയൊക്കെ വരും. നല്ല ഫ്രഷ് ഫ്രൂട്ടാണ്. പിന്നെ അതുകൂടാതെ അവിടെ കുറച്ച് ബാർബിക്യൂ, ഈ ലോക്കൽ വില്ലേജേഴ്സിന്റെ വകയായിട്ട് ടീ, അവരുടെ ടീ ഉണ്ടാക്കുന്ന പാത്രമൊക്കെ രസമുണ്ട്. ചായ കുടിക്കാൻ വെച്ചൊരു കടയിൽ കയറി ചായ ചോദിച്ചു, പക്ഷെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അവിടെ ബാക്കി തിരക്കാണ്, എല്ലാവരും മെയിൻ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടുന്ന് ചായ ഒന്നും കുടിക്കാതെ വിട്ടു. തിരിച്ച് നമ്മുടെ റിസോർട്ട് തീം പാർക്കിനോട് എത്തി. വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് വണ്ടിയൊക്കെ കയറി. ഇനിയിപ്പോൾ ഓൾമോസ്റ്റ് 2 മണിക്കൂർ എടുക്കും സിറ്റി ചെല്ലണമെങ്കിൽ. ഓൾമോസ്റ്റ് 150 കിലോമീറ്റർ ഉണ്ട്. മനോഹരമായ ഒരു കനാൽ, ഇങ്ങനെ വാട്ടർ സപ്ലൈക്ക് വേണ്ടിയുള്ള ഒരു കനാലാന്ന് തോന്നുന്നു. അതൊക്കെ കണ്ടു. ഓയിൽ ബേസ്ഡ് ഇൻഡസ്ട്രി അല്ലാതെ പിന്നെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഹണി ഒരു മേജർ ഇതാണ്. ഹണി ഫേമസ് ആണ്. ഇനി ടൂറിസം അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ടൂറിസ്റ്റ് ലൊക്കേഷൻ ഈ സർക്യൂട്ടുകളിലൊക്കെ ഇങ്ങനെ നല്ല കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു ഹണി വിൽക്കുന്ന ഒരു കടയാണ്. അവിടെ ഹണി കൂടാതെ ബക്ലാവ, പിന്നെ അറബിക് സ്വീറ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ ടൂറിസ്റ്റുകളൊക്കെ മേടിക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ടീ ഉണ്ട്. ഹെർബൽ ടീ, പിന്നെ പല ഫ്ലേവറുകളിലുള്ള ടീ, അങ്ങനെ പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളുണ്ട് അവിടെ. ഇതാ നിർത്തിയ സ്റ്റോപ്പിന്റെ ബാക്ക് സൈഡിലെ ഒരു വ്യൂ ആണ്. അവിടെ ഇപ്പോൾ എന്തോ റിസോർട്ടുകളോ കെട്ടിടങ്ങളോ ഒക്കെ വരുന്നുണ്ട്. പണി നടന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. ഒരു എ ഷേപ്പിൽ കോട്ടേജുകൾ പോലൊക്കെ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പതുക്കെ അവിടുന്ന് തിരിച്ചപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 7:30 ഇനിയുണ്ട് 1 മണിക്കൂർ. 8 മണി കഴിഞ്ഞാൽ സിറ്റിയിൽ എത്തുകയുള്ളൂ. പക്ഷേ ഇതുവരെ രാത്രിയായിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. നമുക്കിപ്പോഴും സൺലൈറ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചവിടുന്ന് ഒരു 8:30 സിറ്റിയിൽ എത്തിയത്. നമ്മളുടെ ഓൾഡ് സിറ്റിയിലൂടെയാണ് ഇറക്കി വിട്ടത്. അവിടെ നമ്മൾ ലോക്കൽ ബസ് എടുത്തിട്ടാണ് നേരെ ഹോട്ടലിൽ അങ്ങോട്ട് പോയത്. അപ്പോൾ എന്തുകൊണ്ടും ഒരു ഹെക്ടിക് ഡേ ആയിരുന്നു. കുറച്ച് കൂടുതൽ ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ടയർഡൊന്നും ആയില്ല. കംഫർട്ടബിൾ ആയിരുന്നു വാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ക്യാൻഡി മൗണ്ടൻ കണ്ടു, റിസോർട്ട് കണ്ടു, ലാസ വില്ലേജ് കണ്ടു. ഇതൊക്കെയാണ് ഇന്നത്തെ മെയിൻ കാഴ്ചകൾ. ഇനിയിപ്പം നാളെ പ്ലാൻ ചെയ്തേക്കുന്നത് ലോക്കൽ സിറ്റിക്കകത്ത്, നമ്മുടെ ഈ ഓൾഡ് സിറ്റിക്കകത്ത് ഇഷ്ടംപോലെ കാണാനുണ്ട് സ്ഥലങ്ങൾ. മ്യൂസിയവും, പിന്നെ മൈതാൻ ടവറുണ്ട്, അവരുടെ ബോളിവുഡുണ്ട്, ഈ പറഞ്ഞ ഫ്ലെയിം ടവർ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കാണാൻ. അപ്പോൾ അതുകൊണ്ട് നാളെ അതിനു വേണ്ടി മാറ്റി വെച്ചേക്കാം. നാളെ കഴിഞ്ഞ് വീണ്ടും ഒരു ഡേ ട്രിപ്പ് എടുക്കാന്നുള്ള ഐഡിയ ആണ്. അപ്പോഴത്തേക്ക് നമ്മൾ ഓൾമോസ്റ്റ് 4 ദിവസം ആവും. ഇനി ബാക്കു സിറ്റിയിലെ ഓൾഡ് സിറ്റിയിലെ കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.